ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിനായി നോമ്പോടും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ പരിശുദ്ധ മറിയത്തിൻ്റെ പ്രാർത്ഥനയും മാധ്യസ്ഥവും നമ്മുടെ ജീവിതങ്ങളിൽ കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യേശു തൻ്റെ അമ്മയെ നമുക്ക് അമ്മയായി നൽകിയപ്പോൾ ശക്തിയായ ഒരു മധ്യസ്ഥയെയും വിശ്വസനീയമായ ഒരു വഴികാട്ടിയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആരാണ് എൻ്റെ അമ്മ എന്ന ഒരു ചോദ്യം യേശു സുവിശേഷത്തിൽ ചോദിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ അമ്മ ആരാണെന്നറിയാഞ്ഞിട്ടല്ല, തൻ്റെ അമ്മയുടെ മഹത്വം എന്താണെന്ന് തൻ്റെ കേൾവിക്കാരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യേശു ഈ ചോദ്യം ചോദിച്ചതെന്ന് ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനാണ് എൻ്റെ അമ്മയും സഹോദരരും എന്ന ഉത്തരത്തിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. ദൈവവചനം ശ്രവിക്കുകയും വിശ്വസിക്കുകയും ധ്യാനിക്കുകയും ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന സമർപ്പണത്തോടെ ദൈവ തിരുമുൻപിൽ ജീവിക്കുകയും ചെയ്ത പരിശുദ്ധ മറിയം നമ്മുടെ വിശ്വാസ ജീവിതത്തിന് എന്നും മാതൃകയാണ്. സകല തലമുറകളാലും ഭാഗ്യവതി എന്നറിയപ്പെടുവാനുള്ള വരം ദൈവം പരിശുദ്ധ മറിയത്തിന് നൽകി. രക്ഷാകര ചരിത്രത്തിൻ്റെ പ്രാരംഭത്തിൽ പിശാചിൻ്റെ തല തകർക്കുവാനായി നിയോഗിക്കപ്പെട്ട സ്ത്രീയാണവൾ. നന്മ നിറഞ്ഞവളായി ദൈവം കണ്ടെത്തിയവളും വിശ്വസിക്കുന്നവർക്കെല്ലാം അമ്മയായി സകല തലമുറകളാലും ഭാഗ്യവതി എന്ന് വിശേഷിപ്പിക്കപ്പെടുവാനുള്ള വരം പരിശുദ്ധ മറിയത്തിന് ദൈവം നൽകി. രക്ഷാകര ചരിത്രത്തിൻ്റെ പ്രാരംഭത്തിൽ സർപ്പത്തിൻ്റെ തല തകർക്കുവാനായി നിയോഗിക്കപ്പെട്ട സ്ത്രീയാണ് അവൾ. നന്മ നിറഞ്ഞവളായി ദൈവം കണ്ടെത്തിയവളും വിശ്വസിക്കുന്നവർക്കെല്ലാം അമ്മയായി തൻ്റെ ശിഷ്യന് സമ്മാനമായി യേശു നൽകിയതും പരിശുദ്ധ മറിയത്തെയാണ്. തൻ്റെ മാതാവും മാതൃകയും മാധ്യസ്ഥയുമായ പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള 4 വിശ്വാസ സത്യങ്ങളാണ് തിരുസഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പരിശുദ്ധ മറിയം ദൈവമാതാവാണ്, നിത്യകന്യകയാണ്, അമലോത്ഭവയാണ്, സ്വർഗാരോപിതയാണ്. ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ദൈവമാതാവായ പരിശുദ്ധ മറിയം. തിയോടോക്കോസ് എന്ന ഗ്രീക്ക് പദം യോൽദാസ് ആലോഹോ എന്ന സുറിയാനിയിലും മദർ ഓഫ് ഗോഡ് എന്ന ഇംഗ്ലീഷിലും ദൈവജനനി, ദൈവത്തിൻ്റെ മാതാവ് എന്ന് മലയാളത്തിലും വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 495 പാരഗ്രാഫിൽ ഇപ്രകാരം പറയുന്നു: സുവിശേഷകർ മറിയത്തെ യേശുവിൻ്റെ അമ്മ എന്ന് വിളിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതയായി എലിസബത്ത് കർത്താവിൻ്റെ അമ്മ എന്ന് പ്രകീർത്തിക്കുന്നു. വാസ്തവത്തിൽ മറിയത്തിൻ്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനായി അവതരിച്ചവൻ, ജഡപ്രകാരം യഥാർത്ഥത്തിൽ മറിയത്തിൻ്റെ മകനായി തീർന്നവൻ, പരിശുദ്ധ ത്രിത്വത്തിലെ 2ാമത്തെ വ്യക്തിയും ദൈവപിതാവിൻ്റെ നിത്യപുത്രനുമല്ലാതെ മറ്റാരുമല്ല. തന്നിമിത്തം തിരുസഭ ഉദ്ഘോഷിക്കുന്നു, മറിയം യഥാർത്ഥത്തിൽ ദൈവമാതാവാണ്. നിക്യാവിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും മനുഷ്യനായി എന്ന് നാം ഏറ്റുപറയുന്നുണ്ട്. നെസ്തോറിയൻ പാഷണ്ഡതയുടെ പ്രചാരകർ തിയോടോക്കോസ് ദൈവമാതാവ് എന്നല്ല, ക്രിസ്റ്റോടോക്കോസ് ക്രിസ്തുവിൻ്റെ മാതാവ് എന്നാണ് മറിയത്തെ വിളിക്കേണ്ടതെന്ന് വാദിച്ചിരുന്നു. പ്രത്യക്ഷത്തിൽ നിരുപദ്രവകരം എന്ന് തോന്നാമെങ്കിലും ഇതിൽ ഒരു വിശ്വാസ സത്യ ലംഘനമുണ്ട്. മനുഷ്യാവതാരം ചെയ്ത യേശുവിൽ ദൈവിക വ്യക്തിത്വവും മാനുഷിക വ്യക്തിത്വവും ഒന്നായി നിലകൊള്ളുന്നു എന്ന വിശ്വാസ സത്യം നിഷേധിച്ചുകൊണ്ട് മാത്രമേ ദൈവമാതാവ്, ക്രിസ്തുവിൻ്റെ മാതാവ് എന്നീ വ്യത്യസ്ത നാമങ്ങൾ ഉപയോഗിക്കുവാനായി കഴിയുകയുള്ളൂ. മനുഷ്യാവതാരം ചെയ്ത യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. അതിനാൽ യേശുവിൻ്റെ അമ്മയായ മറിയത്തെ ദൈവമാതാവെന്ന് വിളിക്കണമെന്ന് 431 എഫേസോസ് സുനഹദോസ് പ്രഖ്യാപിച്ചു. ഈ വിശ്വാസ പ്രഖ്യാപനത്തിൽ 2 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്നാമതായി, ഓരോ കുഞ്ഞിൻ്റെയും രൂപീകരണത്തിൽ അമ്മമാർ കാരണക്കാരാകുന്നതുപോലെ യേശുവിൻ്റെ മനുഷ്യത്വത്തിനാവശ്യമായതെല്ലാം സംഭാവന ചെയ്തത് പരിശുദ്ധ മറിയമാണ്. രണ്ടാമതായി, മനുഷ്യനായി തീർന്ന ദൈവപുത്രൻ്റെ അമ്മ എന്ന നിലയിൽ പരിശുദ്ധ മറിയം ദൈവമാതാവാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ ദൈവമാതൃത്വത്തെ തിരുവചനവും വിശുദ്ധ പാരമ്പര്യവും ഒന്നുപോലെ പിന്തുണയ്ക്കുന്നുണ്ട്. വാഗ്ദാന പേടകം, സമാഗമ കൂടാരം, ദാവീദിൻ്റെ കോട്ട, സീനായ് മലയിലെ മേഘം, എരിയാത്ത മുൾപ്പടർപ്പ്,
രണ്ടാം സ്വർഗം, സ്വർഗത്തിന്റെ കവാടം തുടങ്ങിയ പ്രതീകങ്ങളെല്ലാം ദൈവമാതൃത്വത്തെ പ്രകീർത്തിക്കുന്നവയാണ്. പഴയ നിയമത്തിൽ അദൃശ്യനായിരുന്ന പുത്രൻ തമ്പുരാൻ മറിയത്തിന്റെ ഉദരത്തിൽ മനുഷ്യനായി രൂപപ്പെട്ടു എന്നതാണ് ഈ പ്രതീകങ്ങളിലൂടെ അർത്ഥമാക്കുന്നത്. വാഗ്ദാന പേടകത്തിൽ നിറഞ്ഞു നിന്ന ദൈവ സാന്നിധ്യം മനസ്സിലാക്കിയ ദാവീദ് രാജാവ് കർത്താവിന്റെ മുൻപിൽ നൃത്തം ചെയ്തതുപോലെ ദൈവപുത്രനായ യേശുവിനെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ മറിയം എലിസബത്തിന്റെ അടുക്കൽ എത്തിയപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിലുണ്ടായിരുന്ന ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി. പേടകത്തിലെ രഹസ്യങ്ങളെക്കാളും നീ ശ്രേഷ്ഠ എന്നാണ് പൗരസ്ത്യ പിതാക്കന്മാർ ദൈവമാതൃത്വത്തെ പ്രകീർത്തിച്ചിട്ടുള്ളത്. അതിനാൽ പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ മനുഷ്യ രക്ഷാർത്ഥം അവതരിച്ചപ്പോൾ മറിയം എന്ന മനുഷ്യപുത്രിയിൽ നിന്ന് പൂർണ്ണ മനുഷ്യത്വം പ്രാപിച്ചു എന്ന വിശ്വാസമാണ് ദൈവമാതാവ് എന്ന സംബോധനയിലൂടെ നാം ഏറ്റുപറയുന്നത്. ആദിയും അന്ത്യവുമില്ലാത്ത ദൈവം മനുഷ്യ ശിശുവായി തീരുവാൻ തിരുമനസ്സായപ്പോൾ മറിയം അവനെ 9 മാസം ഉദരത്തിൽ വഹിക്കുകയും ശരീരപ്രകാരം ജന്മം കൊടുക്കുകയും സ്വന്തം മകനായി വളർത്തുകയും ചെയ്തു. ഇതാണ് ദൈവമാതാവ് എന്ന് വിളിക്കുന്നതിലൂടെ നാം അർത്ഥമാക്കുന്നത്. ജീവിതമാകുന്ന യാത്ര മനോഹരമായി എപ്രകാരം ദൈവഹിതപ്രകാരം പൂർത്തിയാക്കാം എന്നതിന് പരിശുദ്ധ ദൈവമാതാവായ മറിയത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന 4 മാതൃകകളെ കുറിച്ച് ചിന്തിക്കാം. ഒന്നാമതായി, ദൈവവിശ്വാസത്തിൽ അടിയുറച്ച ജീവിതം. കർത്താവ് അരുളി ചെയ്തവ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയെന്ന് എലിസബത്ത് പറയുന്നതിലൂടെ മറിയത്തിന്റെ യഥാർത്ഥ മഹത്വത്തിന് നിദാനം ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണെന്ന് എടുത്തുകാട്ടുന്നു. തികച്ചും അസാധാരണം എന്നു മാത്രമല്ല, അസാധ്യമെന്നും തോന്നാവുന്നവയാണ് ഇവിടെ സൂചിപ്പിക്കുന്ന കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ. പുരുഷ സംസർഗം കൂടാതെ കന്യക ഗർഭം ധരിക്കുക എന്നത് വിശ്വസിക്കുക എളുപ്പമായിരുന്നില്ല. തന്നെയുമല്ല, അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഭയാനകവുമായിരുന്നു. എന്നിട്ടും മറിയം വിശ്വസിച്ചു. അതുകൊണ്ടാണ് എലിസബത്ത് മറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നത്. മക്കാരിയ എന്ന ഗ്രീക്ക് പദമാണ് ഭാഗ്യവതി എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. മക്കാരിയ എന്ന ഗ്രീക്ക് പദത്തിന് ദൈവകൃപ ലഭിച്ച വ്യക്തി, ദൈവകൃപയിൽ നിന്ന് സംജാതമാകുന്ന സന്തോഷത്തിന് ഉടമ എന്നാണ് അർത്ഥം. അപ്പോൾ എലിസബത്ത് മറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നതിന് നിന്റെ അവസ്ഥ എത്രയോ മഹത്വപൂർണം, സന്തോഷപ്രദം, അനുഗ്രഹീതം എന്നാണ് അർത്ഥം. അപ്പോൾ എലിസബത്ത് മറിയത്തെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നതിലൂടെ നിന്റെ അവസ്ഥ എത്രയോ സന്തോഷപ്രദം, അനുഗ്രഹീതം എന്നാണ് ഉദ്ഘോഷിക്കുന്നത്. ഒരു വിധത്തിൽ ചിന്തിച്ചാൽ ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ണുമടച്ച് വിശ്വസിച്ച് വിശ്വാസികളുടെ പിതാവായി തീർന്ന അബ്രഹാമിനേക്കാളും വലുതായിരുന്നു ദൈവപുത്രന്റെ മാതാവായി തീരുവാനായി വിളിക്കപ്പെട്ട പരിശുദ്ധ മറിയത്തിന്റെ വിശ്വാസം. കാരണം ദൈവദൂതൻ പറഞ്ഞ കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് അപഗ്രഥിച്ച് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളവയായിരുന്നു, സാഹസികത നിറഞ്ഞവയായിരുന്നു. കന്യകയായിരിക്കെ തന്നെ ഗർഭിണിയാവുക, ദൈവപുത്രന്റെ അമ്മയാവുക, പൂർവ്വപിതാക്കന്മാർ വളരെ സമ്പൂജ്യമായി കാത്തുസൂക്ഷിച്ചിരുന്ന പ്രവചനങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ നിറവേറുന്നു എന്ന് വിശ്വസിക്കുക, ഇവയെല്ലാം തികച്ചും ഒരു ഗ്രാമീണ കന്യകയായിരുന്ന മറിയത്തിന് വിശ്വസിക്കുക പ്രയാസകരം തന്നെയായിരുന്നു. എന്നാൽ മറിയം പതറിയില്ല, ചോദ്യം ചെയ്തില്ല, അടയാളം ആവശ്യപ്പെട്ടതുമില്ല. ഞാൻ എന്തു ചെയ്യണം? ദൈവം എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ഇത് മാത്രമേ മറിയത്തിന് അറിയേണ്ടതായിരുന്നിട്ടുള്ളൂ. ദൂതൻ കൊടുത്ത മറുപടിയിൽ മറിയം പൂർണ്ണ സംതൃപ്തിയായിരുന്നുവെന്ന്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന മറുപടിയിൽ നിന്നും വ്യക്തമാകുന്നു. പരിശുദ്ധ മറിയത്തിന്റെ ജീവിതം പൂർണ്ണമായി നാം പരിശോധിക്കുമ്പോൾ വിശ്വാസം പരീക്ഷിക്കപ്പെട്ട അവസരങ്ങളിൽ പോലും വിളിച്ചവൻ വിശ്വസ്തനാണ്, അവന്റെ കരങ്ങളിൽ എൻ്റെ ജീവിതം സുരക്ഷിതമാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ ജീവിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. ദൈവകരങ്ങളിൽ എന്നും എപ്പോഴും സമർപ്പിക്കുന്ന ചലനാത്മകമായ ക്രിയാത്മകമായ പ്രക്രിയയാണ് വിശ്വാസം. വിശ്വസിക്കുക, ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുക, മടിക്കാതെ അനുസരിക്കുക, സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും പിന്തിരിയാതെ മുന്നേറുക, ഇവയാണ് പരിശുദ്ധ മറിയം നമുക്ക് കാട്ടിത്തരുന്ന മാതൃക.
ജീവിതയാത്രയിൽ ഇരുൾ പരക്കുമ്പോഴും വിശ്വാസത്തിന്റെ ദീപം കെടാതെ സൂക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആരെയാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവയെല്ലാം ആ ദിവസം വരെ ഭദ്രമായി കാത്തു സൂക്ഷിക്കുവാൻ അവന് കഴിയുമെന്നും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം: അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. വിളിച്ചവന്റെ തിരുഹിതം നിറവേറ്റുക, ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണ വിശ്വസ്തയോടെ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യമേ പരിശുദ്ധ ദൈവമാതാവിന് ഉണ്ടായിരുന്നുള്ളൂ. അതിന് സഹായിച്ചത് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു. ഏറെ സങ്കീർണതകൾ നിറഞ്ഞ നമ്മുടെ ജീവിതയാത്രയിൽ പരിശുദ്ധ ദൈവമാതാവിനെ പോലെ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച്, ദൈവം ഭരമേൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുവാൻ നമുക്കും ഇടയാകട്ടെ. കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിനെന്ന് പരിശുദ്ധ മറിയം പരിചാരകരോട് പറയുവാൻ കാരണം അവർക്ക് ആവശ്യമായത് യേശു പ്രവർത്തിക്കും എന്ന ഉറച്ച ബോധ്യമായിരുന്നു. ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിലും മാതൃകയാക്കാം. ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിലും പൂർത്തീകരിക്കാം. 2. വചനാധിഷ്ഠിത ജീവിതം. പരിശുദ്ധ മറിയത്തെ നയിച്ചതും സ്വാധീനിച്ചതും ദൈവവചനമായിരുന്നു. ദൈവദൂതുമായി കടന്നു വന്ന ദൂതനെ ചിത്രീകരിച്ചുകൊണ്ടാണ് വിശുദ്ധ ലൂക്കോസ് തന്റെ സുവിശേഷത്തിൽ പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ചുള്ള പ്രതിപാദനം ആരംഭിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ദൈവവചനത്തിന് മറിയത്തിന്റെ ജീവിതത്തിലുള്ള സ്ഥാനവും പ്രാധാന്യവും വചനത്തോടുള്ള പരിശുദ്ധ മറിയത്തിന്റെ പ്രതികരണവും പ്രകടമാകുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ എന്നാൽ മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു എന്ന് നാം വായിക്കുന്നു. തൻ്റെ മകനെ കാണാതായതിനു ശേഷം 3 ദിനരാത്രങ്ങൾക്ക് ശേഷം തിരികെ ലഭിക്കുമ്പോൾ യേശു പറഞ്ഞ മറുപടി പൂർണ്ണമായി തനിക്ക് മനസ്സിലായില്ല എങ്കിലും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 51-ാം വാക്യത്തിൽ മറിയം ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വചനം ശ്രവിക്കുക, ഹൃദയത്തിൽ സംഗ്രഹിക്കുക, ഗാഢമായി ധ്യാനിക്കുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പാഠം ഇതാണ്. ദൂതനിലൂടെ ലഭിച്ചതും തൻ്റെ പുത്രനിലൂടെ ശ്രവിച്ചതും വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലൂടെ താൻ തിരിച്ചറിഞ്ഞതുമായ ദൈവഹിതമാണ് പരിശുദ്ധ മറിയത്തെ നിരന്തരം വഴി നയിച്ചിരുന്നത്. കർത്താവെ അരുളി ചെയ്താലും ദാസനിതാ ശ്രവിക്കുന്നു എന്ന് പറഞ്ഞ സാമുവേലിനെ പോലെ പരിശുദ്ധ മറിയം വചനത്തിന് കാതോർത്തു. യേശുവിന്റെ പാദാന്തികത്തിലിരുന്ന് ശ്രദ്ധയോടെ അവന്റെ വാക്കുകളെ ശ്രവിച്ച ബഥാനിയായിലെ മറിയത്തെ പോലെ പരിശുദ്ധ മറിയം ദൈവവചനത്തെ ശ്രദ്ധയോടെ ശ്രവിച്ചു, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വചനം ശ്രവിക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ എന്ന യാക്കോബ് ശ്ലീഹായുടെ ഉപദേശം പോലെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന യേശുവിന്റെ വാക്കുകൾ പോലെ ശ്രവിച്ച, ഹൃദയത്തിൽ സംഗ്രഹിച്ച ദൈവവചനത്തെ പരിശുദ്ധ മറിയം തന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കി. മരുന്നോ ലേപന ഔഷധവുമല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന കർത്താവിന്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് എന്ന് ജ്ഞാനത്തിന്റെ പുസ്തകത്തിലും ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നുവെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലും നാം വായിക്കുന്നുണ്ട്. സൗഖ്യം നൽകുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന വചനം ആത്മീയ ജീവിതത്തിൽ വളരുവാൻ നമ്മെ സഹായിക്കും. 119-ാം സങ്കീർത്തനം 105-ാം വാക്യം: അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ദൈവവചനത്തിന് കാതോർക്കുകയും ശ്രവിച്ച വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് അതിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. 3-ാമതായി നാം കാണുന്നത് നന്ദി നിറഞ്ഞ ജീവിതം.
വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള വാക്യങ്ങളിൽ മറിയത്തിന്റെ സ്തോത്രഗീതം നാം കാണുന്നു. ഇതിനെ നമുക്ക് 2 ഭാഗങ്ങളായി തിരിക്കാൻ സാധിക്കും. 46 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ മറിയം തൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തുന്ന പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രതികരണവും നാം വായിക്കുന്നു. 50 മുതൽ 55 വരെയുള്ള വാക്യങ്ങളിൽ ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിലൂടെ ലോക ചരിത്രത്തിൽ സംഭവിക്കുന്നവയെ പ്രകീർത്തിക്കുന്നു. ചരിത്രത്തെ താൻ നിശ്ചയിച്ച ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തനം നേരിട്ട് കാണുകയും അനുഭവിക്കുകയും അതിൽ ക്രിയാത്മകമാം വിധം പങ്കുചേരുവാൻ സാധിക്കുകയും ചെയ്തതിലുള്ള അവാച്യമായ ആനന്ദമാണ് സ്തോത്രഗീതമായി കാണുന്നത്. ഭാവിയെ സംബന്ധിച്ച ഉത്കണ്ഠയോ ഭയമോ പരിശുദ്ധ മറിയത്തിനില്ല. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവകരങ്ങളിൽ സമ്പൂർണമായി വിട്ടുകൊടുത്ത തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ മറിയം സന്തോഷവതിയാണ്. സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതും എല്ലാം ദൈവം നന്മയാക്കി മാറ്റും എന്ന ഉറച്ച ബോധ്യം പരിശുദ്ധ ദൈവമാതാവിന് ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന അനന്യവും അതിപ്രധാനവുമായ സ്ഥാനം ദൈവദൂതനിലൂടെ പരിശുദ്ധ ദൈവമാതാവ് തിരിച്ചറിഞ്ഞു. 116-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും എന്ന് സങ്കീർത്തകൻ പറഞ്ഞിരിക്കുന്നു. ദൈവം നൽകുന്ന നന്മകളെയും വഴി നടത്തുന്ന വിധങ്ങളെയും ഓർത്ത് ദൈവസന്നിധിയിൽ ഓരോ നിമിഷവും നന്ദിയോടെ വ്യാപരിക്കുവാൻ നമുക്കേവർക്കും ഇടയാകട്ടെ. 4-മതായി കർത്താവ് കൂടെയുണ്ടായിരുന്ന ജീവിതം. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്നാണ് ദൈവദൂതൻ പരിശുദ്ധ മറിയത്തെ അഭിസംബോധന ചെയ്തത്. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് എന്ന് നാം വായിക്കുന്നുണ്ട്. കർത്താവ് കൂടെയുണ്ടായിരുന്ന ജനം എന്നാണ് ഇസ്രായേൽ ജനത്തെ വിശേഷിപ്പിക്കുന്നത്. വാഗ്ദാന പേടകവും മേഘസ്തംഭവും അഗ്നി തൂണുമെല്ലാം ഇതിന്റെ അടയാളങ്ങളും പ്രതീകങ്ങളും ആയിരുന്നു. വിശുദ്ധ ബൈബിളിൽ കർത്താവ് കൂടെയുണ്ടായിരുന്നതിനാൽ അനുഗ്രഹീതരായി തീർന്ന അനേകരെ നമുക്ക് കണ്ടെത്തുവാനായി സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ കർത്താവ് കൂടെയുണ്ടായിരുന്നതിനാൽ താൻ ചെയ്തതെല്ലാം മംഗളകരവും ശ്രേയസ്കരവുമായി തീർന്ന, എല്ലാ കാര്യങ്ങളും ശുഭകരമായി തീർന്ന ജോസഫിനെ നാം കാണുന്നു. മോശ, ജോഷ്വ, ഗിദെയോൻ, റൂത്ത്, ദാവീദ് തുടങ്ങിയവരുടെ എല്ലാം ജീവിതം പരിശോധിക്കുമ്പോൾ ദൈവം കൂടെ ഉണ്ടായിരുന്നതിനാൽ അവരുടെ ജീവിത നിയോഗങ്ങളെല്ലാം ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പുതിയ നിയമത്തിൽ ഇമ്മാനുവേൽ അനുഭവത്തിൽ ജീവിച്ച പരിശുദ്ധ മറിയത്തിന് ആ ദൈവാനുഭവത്തിലേക്ക് നമ്മെയും ആഴപ്പെടുത്തുവാനായി സാധിക്കും. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ഭക്തിയിൽ ആഴപ്പെട്ട് ദൈവാനുഭവത്തിൽ ജീവിച്ച വിശുദ്ധ ജോൺ മരിയ വിയാനിയെയും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും പോലുള്ള അനേക വിശുദ്ധരെ നമുക്ക് കണ്ടെത്തുവാനായി സാധിക്കും. തമ്പുരാനെ പെറ്റ അമ്മച്ചി എന്ന പുത്രനിർവിശേഷമായ വിളിയോടെ പരിശുദ്ധ ദൈവമാതാവിനോട് ഏറെ അടുപ്പവും ഭക്തിയും പ്രകടിപ്പിച്ചിരുന്ന ധന്യൻ മാരിവാനിയൂസ് തിരുമേനി പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ഭക്തിയിൽ ഏറെ തീക്ഷ്ണതയുള്ളവനായിരുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ഭക്തിയിൽ ആഴപ്പെട്ട് ദൈവാനുഭവത്തിൽ ഓരോ ദിവസവും വളരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന 4 ഗുണങ്ങളെക്കുറിച്ചാണ് നാം ഇതുവരെ ചിന്തിച്ചത്. വിശ്വാസത്തിലും വചനത്തിലും അടിയുറച്ച് ജീവിച്ചുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓരോ നിമിഷവും ജീവിച്ച, ദൈവം കൂടെയുണ്ടായിരുന്ന അനുഭവത്തിൽ തൻ്റെ ജീവിത ദൗത്യങ്ങളെ പൂർത്തീകരിക്കുവാൻ സാധിച്ച പരിശുദ്ധ ദൈവമാതാവിൻ്റെ അനുഗ്രഹങ്ങളും മാധ്യസ്ഥവും നമ്മളുടെ ജീവിതയാത്രയിലും എന്നും കൂടെ ഉണ്ടായിരിക്കട്ടെ. അതിന് ഈ തിരുനാൾ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.